അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ നമ്മുടെ ബൈക്ക് ഒന്ന് വൃത്തിയായിട്ട് പെയിന്റ് ചെയ്ത് എങ്ങനെ ഇറക്കാം എന്നാണ്. അപ്പോൾ ഈ കാര്യത്തിന് ആകെ നമ്മുടെ കയ്യിൽ ചിലവ് വന്നിരിക്കുന്നത് 400 രൂപയാണ്. പിന്നെ വണ്ടി ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ 150 രൂപ എക്സ്ട്രാ. അങ്ങനെ 550 രൂപയ്ക്കാണ് ഇപ്പോൾ ഈ കാണുന്ന ബജാജിൻ്റെ ഒരു ബോക്സറാണ് പെയിന്റ് ചെയ്ത് ഞാൻ കാണിക്കുന്നത്. ഞാനും എൻ്റെ മകനും കൂടിയാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബജാജിൻ്റെ ബോക്സർ എനിക്ക് പെയിന്റ് ചെയ്യാൻ ആകെ വന്നത് 380 രൂപ പെയിന്റിനും 150 രൂപ വാഷിങ്ങിനുമാണ്. അപ്പോൾ പെയിന്റിങ്ങിന്റെ ഫുൾ സ്റ്റേജ് ഞാൻ കാണിച്ചു തരാം. അതിന്റെ ഫൈനൽ റിസൾട്ടും ഏറ്റവും ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. ഓക്കെ, വണ്ടി ഇത് ഈ കണ്ടീഷനിലാണ് കൈ കിട്ടിയേക്കണത്. ഇതിപ്പോൾ വാഷിങ്ങിന് മുമ്പത്തെ കോലമാണ് ഞാൻ ഈ വീഡിയോ എടുത്തേക്കുന്നത്. ബാക്കി വാഷിങ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അലോയ് വീലിന് പെയിന്റ് അടിച്ചുകൊണ്ടാണ്. എപ്പോഴും ഗ്ലോസി കളർ പെയിന്റ് മേടിക്കുക. ബ്ലാക്കും സിൽവറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്ലോസി കളർ ബ്ലാക്കാണ് അടിക്കുന്നത്. അത് കുറച്ച് ദിവസം വെയിലെടുത്ത് കിടന്ന് ഓടിക്കഴിയുമ്പോൾ അത് അതിൻ്റെ കളറൊക്കെ മങ്ങി മാറ്റനായി മാറിക്കോളും. അപ്പോൾ അതുകൊണ്ട് സീനില്ല, എപ്പോഴും ഗ്ലോസി അടിക്കുക. ടയറുമായാലും വലിയ വിഷയമൊന്നുമില്ല, കാരണം അത് ഓട്ടത്തിൽ ക്ലിയർ ആയിക്കോളും. പിന്നെ ആ സ്വിച്ചസിൻ്റെ ഒക്കെ അവിടെ കളർ വേണ്ടി അതൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. പിന്നെ മെയിനായിട്ട് ആകെ കൊളായിരുന്ന വെച്ചാൽ സൈലൻസറാണ്. അതിപ്പോൾ കൊച്ചാണ്, എൻ്റെ മോനാണ് പെയിൻറ്റ് ചെയ്തത്. അവന് പെയിൻറ്റ് ചെയ്യണമെന്ന് ഭയങ്കര നിർബന്ധം. അപ്പോൾ പുള്ളിയുടെ സിൽവർ പെയിൻറ്റ് കൊടുത്ത് കുറേയൊക്കെ പുള്ളി തന്നെ അടിച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ബാക്കി പോരാത്തത് ഞാനും ഫില്ല് ചെയ്ത്. പിന്നെ ആ സൈലൻസർ പൈപ്പിന് എഞ്ചിനായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗങ്ങൾ അതെല്ലാം ഒന്ന് ടച്ച് ചെയ്ത് വൃത്തിയാക്കി. എഞ്ചിൻ കവർ അടിച്ചിട്ടുണ്ട്. ഹെഡ് സിലിണ്ടർ എല്ലാം കംപ്ലീറ്റ് പെയിൻറ്റ് കൊളായി കിടക്കുകയായിരുന്നു. ഈ സിൽവർ പെയിൻറ്റ് മേടിച്ച് അതിനാണ് മെയിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. എഞ്ചിൻ കവർ, സൈലൻസറിൻ്റെ ടിപ്പൊക്കെ പെയിൻറ്റ് ചെയ്ത് തീർക്കാനായിട്ട്. ഓപ്പോസിറ്റ് സൈഡും കൂടി അടിച്ച് കഴിഞ്ഞപ്പോൾ സിൽവർ ഏകദേശം തീരാറായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ്, ഹെഡ്, സിലിണ്ടറിൻ്റെ സൈഡ്, പിന്നെ എഞ്ചിൻ കവർ അതെല്ലാം സിൽവർ അടിച്ച് തീർത്ത്. പിന്നെ ബാലൻസ് ഉണ്ടായിരുന്ന വെച്ചാൽ ബ്ലാക്ക്. ഈ ബൈക്കിൻ്റെ ചെയിൻ കവർ ഓൾറെഡി ഞാൻ പെയിൻറ്റ് ചെയ്തിരുന്നു, അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ബാലൻസ് ഉണ്ടായിരുന്ന പെയിൻറ്റ് വെച്ചിട്ട് സാരി ഗാർഡ് ഫുൾ അടിച്ച് തീർത്ത്. സാരി ഗാർഡ് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് പെയിൻറ്റ് ഒരുപാട് ചിലവാകും, അതാണ് എൻ്റെ മെയിൻ പ്രശ്നം. സാരി ഗാർഡ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിലെ ലെവലായിരുന്നു. അതിപ്പോൾ ഭാഗ്യത്തിന് കസ്റ്റമർ ഓൾറെഡി പ്രൈമർ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മേലിൽ കൂടെ പെയിൻറ്റ് അങ്ങ് പൂശാൻ മതിയായിരുന്നു. പിന്നെ ഈ സൈലൻസറും സാരി ഗാർഡൊക്കെ ഇടയിൽ ഇങ്ങനെ വന്നേക്കൊണ്ട് പെയിൻറ്റ് അടിച്ച് ചേർത്തിട്ട് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ കറക്കി പതുക്കെ അടിച്ചങ്ങനെ തീർത്ത്. ഇതിൽ തലവണ കേസൊന്നുമില്ല. നമുക്ക് ഒരു ദിവസം ഒരു ഞായറാഴ്ച ഗ്യാപ്പ് ഇട്ടുകയാണെങ്കിൽ വീട്ടിലിരുന്ന് നമുക്ക് തന്നെ ചെയ്യാവുന്ന, സമാധാനമായിട്ടിരുന്ന് ചെയ്ത് തീർക്കാവുന്ന കേസാണ്. ഈ പറഞ്ഞ ചെറിയ പൈസയും ആവുള്ളൂ, കാണാൻ ഒരു വൃത്തിയുമാവും. അപ്പോൾ വണ്ടി ഏകദേശം പെയിൻറ്റ് അടിച്ച് തീർന്നിട്ടുണ്ട്. ഫൈനൽ റിസൾട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഫുൾ പെയിൻറ്റിങ് കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂറിൽ പരിപാടി തീർന്നത്. ഈ കോലത്തിലാണ് വണ്ടി കിട്ടിയത്. അത്യാവശ്യം വൃത്തിയായിട്ടുണ്ട്. അത്യാവശ്യം നല്ലപോലെ വൃത്തിയായിട്ടുണ്ടെന്ന് തന്നെ പറയാം. അതിൻ്റെ സൗണ്ട് കൂടി കേൾക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവർ, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക.